ഉണ്ണീസ് വിജയവാഥയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 3ാമത്തെ യൂണിറ്റിൽ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും എന്നതുമായി ബന്ധപ്പെട്ട 3ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. 1ാമത്തെ എപ്പിസോഡിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനിയുടെ ഭരണം സ്ഥാപിതമായ ശേഷം ഗോത്രവർഗക്കാർ, സാധാരണക്കാരായ മറ്റ് ജനവിഭാഗങ്ങൾ, കർഷകർ തുടങ്ങി വിവിധ ജനവിഭാഗങ്ങൾ അനുഭവിച്ച യാതനകൾ, ദുരിതങ്ങൾ നമ്മൾ പഠിച്ചു. 2ാമത്തെ യൂണിറ്റിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേരളമടക്കം ഉണ്ടായ കമ്പനി ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പുകളെക്കുറിച്ച് പഠിച്ചു. ഈ 3ാമത്തെ എപ്പിസോഡിൽ നാം പഠിക്കാൻ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ യൂണിറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധാപൂർവം കാണുക, കാര്യങ്ങൾ പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്താൻ മറക്കരുത്. എല്ലാവരെയും ഈ യൂണിറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. 1ാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നവർ ആരൊക്കെയായിരുന്നു? അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. സിപ്പായിമാർ എന്ന് വിളിക്കപ്പെട്ട കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരാണ് സമരത്തിന് നേതൃത്വം കൊടുത്തത്. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ഒരു പ്രധാന കാരണം കമ്പനി പട്ടാളത്തിലെ ഇന്ത്യക്കാരായ സൈനികരുടെ അസംതൃപ്തമായ തൊഴിൽ ജീവിത സാഹചര്യങ്ങളാണ്. സിപ്പായിമാർ എന്ന് വിളിക്കപ്പെട്ട ഇവരുടെ അവസ്ഥ എന്തായിരുന്നു? ഇവരുടെ ജീവിത ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു? ഉത്തരം, സിപ്പായിമാരുടെ ജീവിതം പരമദയനീയമായിരുന്നു. ഇവർക്ക് വളരെ തുച്ഛമായ വേതനമായിരുന്നു കിട്ടിയിരുന്നത്. ദീർഘനേരം തുടർച്ചയായി ജോലിയെടുക്കേണ്ടി വന്നിരുന്നു. അടിമകളോട് എന്ന പോലെയാണ് മേലുദ്യോഗസ്ഥരായ ഇംഗ്ലീഷുകാർ ഇവരോട് പെരുമാറിയിരുന്നത്. വളരെ മോശമായ ഭക്ഷണമാണ് ഇവർക്ക് ലഭിച്ചിരുന്നത്. തീരെ അവധി നൽകുകയും ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ഇന്ത്യക്കാരായ സിപ്പായിമാർക്ക്, അതായത് ഇന്ത്യൻ പട്ടാളക്കാർക്ക് തുച്ഛമായ വേതനവും മറ്റ് ജീവിത സാഹചര്യങ്ങളും അനുവദിച്ചു കൊടുത്തിരുന്നപ്പോൾ കമ്പനിയുടെ ഇംഗ്ലീഷുകാരായ പട്ടാളക്കാർക്ക് മെച്ചപ്പെട്ട ജീവിത ചുറ്റുപാടുകൾ, നല്ല ഭക്ഷണം, ആവശ്യത്തിന് അവധി, അങ്ങനെയൊക്കെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു വിവേചനം അന്ന് നിലനിന്നിരുന്നു. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സിപ്പായി ലഹള എന്ന് പരിഹാസത്തോടെ ഇംഗ്ലീഷുകാർ വിളിച്ചിരുന്നു. എങ്കിലും ഇന്ത്യക്കാരായ സൈനികർ മീററ്റിൽ തുടക്കം കുറിച്ച കലാപമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വളർന്നത്. അസംതൃപ്തരായ പട്ടാളക്കാർ പെട്ടെന്ന് കലാപത്തിനിറങ്ങാനുള്ള സാഹചര്യം എന്തായിരുന്നു? പട്ടാളക്കാർക്കിടയിൽ അസംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ ഇവർ പെട്ടെന്ന് ഒരു കലാപത്തിന് ഇറങ്ങി പുറപ്പെടാൻ മറ്റ് ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. എന്താണ് ആ കാരണങ്ങൾ എന്ന് നോക്കാം. ഉത്തരം, പട്ടാളക്കാർക്കിടയിൽ കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തു. ഇതിൽ ഉപയോഗിക്കേണ്ട തിര അല്ലെങ്കിൽ വെടിയുണ്ട പ്രത്യേക തരം ആയിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത വരുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും നിഷിദ്ധമായി കണക്കാക്കി വരുന്നതാണ് ഇവ. കൂടാതെ സിപ്പായിമാർക്ക് വിതരണം ചെയ്തു വന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് കൊണ്ടാണ് എന്ന വാർത്ത കൂടി പരന്നതോടെ സൈനികർ പ്രകോപിതരായി കലാപത്തിന് തുടക്കം കുറിച്ചു. സിപ്പായിയായ മംഗൾ പാണ്ഡെ കലാപത്തിൽ ആദ്യ രക്തസാക്ഷിയായി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ആരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്? ഉത്തരം നമ്മൾ മനസ്സിലാക്കി, മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയുടെ പേരിൽ പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പ് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായുള്ള കലാപങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? അവിടെ അതിന് നേതൃത്വം നൽകിയവരാരെല്ലാം? ഉത്തരം, അപ്പോൾ 2 ഭാഗമായി തിരിച്ചാണ് ഉത്തരം നൽകുന്നത്. കലാപം നടന്ന സ്ഥലങ്ങൾ ആദ്യത്തെ കോളത്തിലും അതിന് നേതൃത്വം നൽകിയവരുടെ പേര് വിവരം തൊട്ട് എതിർവശത്തും ആണ് നൽകിയിരിക്കുന്നത്. ഝാൻസി, റാണി ലക്ഷ്മിഭായ്. കാൺപൂർ, നാനാ സാഹേബ് താന്തിയ തോപ്പി. ലക്നൗ, ബീഗം ഹസ്രത് മഹൽ. ആര, കൻവർ സിംഗ്. ഫൈസാബാദ്, മൗലവി അഹമ്മദുല്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായുള്ള കലാപങ്ങൾ നടന്ന സ്ഥലങ്ങൾ
ഇന്ന് ഏതേത് സംസ്ഥാനങ്ങളിലാണ് പെടുന്നത് എന്ന് പട്ടികപ്പെടുത്തുക. ഇപ്പോൾ കലാപം നടന്ന സ്ഥലങ്ങളും അതിന് എതിർവശത്ത് അത് ഇന്ന് ഏത് സംസ്ഥാനത്താണ് പെടുന്നത് എന്നുള്ളതുമാണ് നൽകിയിരിക്കുന്നത്. ആ പട്ടിക നോക്കുക. ഝാൻസി ഉത്തർപ്രദേശ്, കാൺപൂർ ഉത്തർപ്രദേശ്, ലക്നൗ ഉത്തർപ്രദേശ്, ആര ബീഹാർ, അലഹബാദ് ഉത്തർപ്രദേശ്, ഫൈസാബാദ് ഉത്തർപ്രദേശ്, മീററ്റ് ഉത്തർപ്രദേശ്, അവധ് ഉത്തർപ്രദേശ്, ഡൽഹി. അപ്പോൾ പ്രധാനപ്പെട്ട കലാപം നടന്ന ഇടങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതല്ലാതെ മറ്റിടങ്ങളിലേക്കും കലാപം പടർന്നു പിടിച്ചിരുന്നു. പക്ഷേ മിക്ക പ്രദേശങ്ങളും വടക്കേ ഇന്ത്യയിൽ മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാൻ എന്തൊക്കെ കാരണങ്ങളാണ് എന്ന് കണ്ടെത്തി എഴുതാമോ? ഇപ്പോൾ സമരം പരാജയപ്പെടുന്നതിനുള്ള കാരണങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഉത്തരം: വടക്കേ ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിതമായ സ്വഭാവമോ ഉറച്ച നേതൃത്വമോ ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട ആയുധങ്ങളും സൈനിക ശക്തിയും സംഘാടന മികവും കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരായ എല്ലാ വിഭാഗക്കാരുടെയും പിന്തുണ നേടുന്നതിൽ കലാപക്കാർ പരാജയപ്പെട്ടു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിയെ പിന്തുണച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തെ എതിർത്തു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ ആധിപത്യത്തിനെതിരായുള്ള സമരത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ കലാപം ഉണ്ടായിരുന്നില്ല. അതിന് ഒരു ഉറച്ച നേതൃത്വം ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കാരായ നിരവധി നാട്ടുരാജാക്കന്മാർ കമ്പനിയെ പിന്തുണച്ചിരുന്നു, സഹായിച്ചിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാരും ഈ സമരത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1857 കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കാൻ കാരണം എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ? ഉത്തരം നോക്കാം. കലാപത്തിൻ്റെ ഏറ്റവും പ്രധാന നേട്ടം മതങ്ങൾക്കതീതമായി ഇന്ത്യൻ ജനത കാട്ടിയ ഐക്യബോധമായിരുന്നു. മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷായെ ഷാഹിൻ ഷാ എ ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ സിപ്പായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യബോധമാണ്. മതത്തിൻ്റെ പേരിൽ ഇന്ത്യക്കാരെ ഭിന്നിപ്പിക്കാൻ അതുവരെയും ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിട്ടില്ല എന്ന് ഇത് തെളിയിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ സമരം പരാജയപ്പെട്ടു എന്ന് പറയാം. എന്നാൽ കമ്പനിയുടെ ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായതിനാൽ ഈ സമരത്തെ രാജ്യത്തിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു. അടുത്ത ചോദ്യം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? ഉത്തരം: കമ്പനിയുടെ പട്ടാളം ഒരു വർഷം കൊണ്ട് സമരത്തെ അടിച്ചമർത്തി. വൈകാതെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇന്ത്യയിൽ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഭരണത്തലവനായി ഇവിടെ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ കാനിങ് പ്രഭുവിനെ രാജ്ഞി വൈസ്രോയി എന്ന സ്ഥാനപ്പേരിൽ ഇന്ത്യയുടെ ഭരണകാര്യങ്ങൾക്ക് ചുമതലപ്പെടുത്തി നിയമിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണം കമ്പനിയുടെ ഭരണത്തിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിലേക്ക് 1858 മാറി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഇതോടൊപ്പം നൽകുന്ന പട്ടികയിലെ പേരുകൾ ക്രമപ്പെടുത്തി എഴുതാമോ? താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ കുറേ വ്യക്തികളുടെ പേര് തന്നിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ തന്നിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ നേർക്ക് നേരെ എഴുതിയിരിക്കുന്നത് തെറ്റായിട്ടാണ് ഉള്ളത്. അത് ക്രമപ്പെടുത്തി എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വ്യക്തികളുടെ പേരുകൾ സിദ്ധുവും കൻഹുവും, ബഹദൂർ ഷാ രണ്ടാമൻ, ബീഗം ഹസ്രത് മഹൽ, നാനാ സാഹിബ്, കൻവർ സിംഗ് എന്നിവയാണ്. അതിന് നേരെ തന്നിരിക്കുന്ന ആര, കാൺപൂർ, സാന്താൾ, ലക്നൗ, ഡൽഹി. ഇനി നോക്കാം അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. അപ്പോൾ വ്യക്തികൾ സിദ്ധുവും കൻഹുവും, അതുമായി ബന്ധപ്പെട്ടത് സാന്താൾ കലാപം ഓർമ്മിക്കുക. രണ്ടാമത്തേത് ബഹദൂർ ഷാ രണ്ടാമൻ, ഇപ്പോൾ അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ്, ഡൽഹി. ബീഗം ഹസ്രത് മഹൽ, ലക്നൗ. നാനാ സാഹിബ്, കാൺപൂർ. കൻവർ സിംഗ്, ആര. ഇപ്പോൾ ഈ യൂണിറ്റ് 3 ചെറുത്തുനിൽപ്പുകളും സ്വാതന്ത്ര്യ സമരവും എന്നതുമായി ബന്ധപ്പെട്ട യൂണിറ്റിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവയുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് 1858 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം വളരെ സംഗ്രഹിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി അടുത്ത യൂണിറ്റിലേക്ക് പോകുമ്പോൾ അവിടെ 1858 മുതൽ 1947 വരെയുള്ള ഇന്ത്യയുടെ
സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, അതുപോലെ ബ്രിട്ടീഷ് രാജ്യയുടെ നേതൃത്വത്തിലുള്ള നേരിട്ടുള്ള ഭരണത്തിൻ്റെ പ്രത്യേകതകൾ, അവ ഇന്ത്യക്കാർക്ക് ഏത് രീതിയിലാണ് അനുഭവപ്പെട്ടത്, അതിനെതിരെയുള്ള സമരങ്ങൾ, ഗാന്ധിജിയുടെ നേതൃത്വം, മറ്റ് നേതാക്കൾ, ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത 4ാമത്തെ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റ് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അതിന് തക്ക സമയത്ത് മറുപടി നൽകുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.